വിളിച്ചു പറഞ്ഞൊന്നും വെറുതെ പറഞ്ഞതല്ല. ഒരു നിർമ്മിത കഥയല്ല, കെട്ടുകഥയല്ല, ഒന്നുമല്ല. ഞങ്ങളുടെ അനുഭവം ഞങ്ങൾ വിളിച്ചു. നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് അല്ലേ? നമുക്ക് എന്ത് അനുഭവങ്ങൾ പറയാനുണ്ട്? അവൻ തുള്ളിയും ചാടിയും എന്ത് ചെയ്തു? ഈ 10 ദിവസം പറയരുതോ? അവന്റെ മഹിമ കണ്ടവനാ, സാക്ഷികളാ ഉണ്ടോ? അല്ല, ഒരു നിബന്ധനൊന്ന് വായിച്ചാട്ടെ. പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 36 മുതൽ ഒന്നുകൂടെ വായിക്കുന്നത്. വേറെ ഒന്ന് വായിച്ചാൽ വാക്കുകൾ വിടാൻ. പ്രവൃത്തി 9:36 മുതൽ. തബീന എന്ന പേരുള്ള ഒരു ശിഷ്യ. ദീനം പിടിച്ചതാ. നീത് എന്ത് ചെയ്തു? മരണത്തിന്റെ മേൽ ദൈവം നിന്നെ തകർത്തു കളയുവാൻ, നിന്നെ ഭൂമിയുടെ പരപ്പിൽ മാറ്റിക്കളയുവാൻ ഏത് ശത്രു പദ്ധതിയിട്ടാലും ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിച്ചിരുന്ന അഭിഷേകത്തിന്റെ പവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ചില മരണത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കാൻ പോവുക, ചില മരണത്തിന്റെ നിമിഷങ്ങൾ പൊട്ടിക്കാൻ പോവുക. അധികാരമുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ കൃപകളെ ഞാൻ പറഞ്ഞിട്ടല്ല. ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് 3 പറഞ്ഞ ഏലിയാവ് പറയാ. മതിയോ ഹോവേ? ഞാനിനി എന്റെ പിതാക്കന്മാരൊക്കെ തൊട്ട് തീർന്നോ? എല്ലാവരും പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. ഓടിക്കോളാൻ നിനക്കൊരു ശുശ്രൂഷ നടത്തില്ല. സ്വർഗമല്ല പറഞ്ഞത്. സ്വർഗം പറഞ്ഞാ വാലിന്റെ 850 അശേരയുടെ 800 തീർക്കണം. അവിടെ നിന്നെ ഒരു വലിയ ശുശ്രൂഷയുണ്ട്. ഇവിടെ മരിക്കാൻ വരണ്ട, പോകാൻ പറഞ്ഞു. കർമ്മേലിന്റെ കൊടുമുടിയിൽ ആരാധന വെളിപ്പെട്ടു. മരിക്കുന്ന അനുഭവം കടന്നു. അവിടെയെല്ലാം ദൈവം കരുതി. കൊടുമുടിയിൽ ഒരു ആരാധന വെളിപ്പെട്ടു. മഴ പെയ്യാത്ത സാധനം ഒരു കൈപ്പത്തി വേഗം നോക്കാൻ പറഞ്ഞു. ഒരു കൈപ്പത്തി മേഘം എന്ത് ചെയ്യുന്നു? അത് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് കൊണ്ട് പെയ്തിറങ്ങി ഊത് വിളിച്ചു പറയാം. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധിച്ചില്ല. ശത്രുവിന്റെ പദ്ധതി ദൈവം ചെയ്തു. ആ തങ്ങിൽ ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥന നടുവിൽ ഒരു ദൈവികമായ വിടുതൽ നിന്നെ അപായപ്പെടുത്തുവാനോ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാനോ, നിന്നെ ഭൂമിയുടെ മാറ്റുവാനോ ഓരോരെയും ദൈവം അനുവദിച്ചിട്ടില്ല. ചില മരണത്തിന്റെ ഭീതികൾ, ചില മരണത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. മരണഭീതി, മരണഭയം അതൊക്കെ മാറിപ്പോകും. സ്വർഗത്തിന്റെ കാലം ചലിച്ചുകൊണ്ടിരിക്കുക. പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ പിശാചി ഇങ്ങനെ വാതിൽ കെട്ടുന്നു. നടക്കത്തില്ല. ശുശ്രൂഷയുണ്ടെന്ന്, ശുശ്രൂഷയുണ്ടെന്ന് അനേക ഇടങ്ങളിൽ ദൈവം അയക്കുമെന്ന്, ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്ന്, എവിടെ കൊണ്ട് തീരുമാനമല്ലെന്ന് ഇന്ന് രാത്രി ഉറച്ചു വിശ്വസിച്ച് വിളിച്ചു പറയാം. ഞാൻ അമ്മയുടെ മഹിമ കണ്ട സാക്ഷിയോ.
മരിച്ചുപോയി. പത്രോസിനെ ആളയച്ച് വിളിപ്പിച്ചു. അത് വായിച്ചു, വേഗം ഒന്ന് വായിച്ചു. കൊണ്ടുപോയി. കവിതയുടെ പഴയ കുപ്പായങ്ങളൊക്കെ ഉയർത്തി പിടിച്ചിരുന്നത് എന്ത് ചെയ്യാം? ഇവർക്കതിനെ പറ്റുള്ളൂ. നമുക്കിതിനൊക്കെ പത്രോസിൽ അറിയാനൊന്നുമല്ല. അവൻ ദൈവത്തിന്റെ വിഷയത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം വിളിച്ചത്. വിടുതലെടുക്കാൻ വേണ്ടിയാ, കൽപ്പിക്കാൻ വേണ്ടിയാ. അതാണ് ദൈവം അഭിഷേകം തന്നിരിക്കുന്നത്. വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ഓ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെടാനല്ല ദൈവം പ്രവർത്തിക്കൊണ്ട് വിളിച്ചിരിക്കുകയോ ഈ അധികാരത്തോടെ വിളിച്ചു. കരഞ്ഞവരെല്ലാം ചെയ്തു. അതോട് പറഞ്ഞു നിങ്ങളെല്ലാം പുറത്തോട്ടിറങ്ങിയാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ആയിരോധന മകൾ മരിച്ചു, കർത്താവിനെ വിളിച്ചു. അവിടെ ചെന്നപ്പോഴാ കർത്താവ് പറഞ്ഞു കുഞ്ഞെന്ത് ചെയ്യാം? പാലം ഉറങ്ങുക. അവര് പറഞ്ഞു ഈ കുഞ്ഞെന്ത് ചെയ്തു? ഇനി ഗുരുവിനെ അസഹ്യപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു ഉറങ്ങുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അവര് കർത്താവിനെ എന്ത് ചെയ്തു? പരിഹസിച്ചു. പരിഹസിച്ചവനെ മുഴുവൻ കർത്താവ് എന്ത് ചെയ്തു? എല്ലാരും പുറത്തിറങ്ങിയാണ് പറഞ്ഞു. കർത്താവ് ഏറ്റവും അവനാൽ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ മാത്രം അകത്ത് നിർത്തി. ബാലയുടെ അപ്പനെ അമ്മ എന്ത് ചെയ്തു? ബാക്കി പരിഹസിച്ചതിനെ മുഴുവൻ എന്ത് ചെയ്തു? നിങ്ങൾ അകത്തിരുന്ന വിടുതൽ നടക്കുമോ? പുറത്ത് കളയാനാണ് ദൈവം എന്ത് ചെയ്യും? പുറത്ത് കളയാൻ ഇതിനെ വെച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യുക? ദൈവം കൊണ്ട് വെളിപ്പെടുത്തുന്നത് കർത്താവിനെ അറിയാം. കർത്താവ് പറഞ്ഞു ഒന്നും നിങ്ങൾ എല്ലാം പുറത്തിറങ്ങാൻ പറഞ്ഞു. ഒരിക്കലും പറഞ്ഞാൽ ബാല മരിച്ചെടുക്കുന്ന ബാലയുണ്ട്, അപ്പനും അമ്മയുണ്ട്, ശിഷ്യന്മാരും കർത്താവും കരഞ്ഞോണ്ടിരുന്നല്ല എന്ത് ചെയ്തു? എല്ലാത്തിനും പുറത്തിറങ്ങി. കാര്യം ഇതുങ്ങൾ പരിഹസിച്ചവരാ. ഇവര് പരിഹസിച്ചത് കർത്താവ് ഉറങ്ങാണെന്ന് കർത്താവിനെ പരിഹസിച്ചവരാ. ആ പരിഹസിച്ചവരെയും കൊണ്ട് അകത്തിരുന്ന് കർത്താവ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവിന്റെ നസറേത്തിൽ ചെന്ന് കഴിയുമ്പോൾ കർത്താവിന് അവിടെ ഒന്നും ചെയ്യാറില്ല. അവര് പറഞ്ഞു ഇവന്റെ അച്ഛന്റെ അവരുടെ സഹോദരങ്ങളെ എവിടെ ഇരിക്കണമെന്ന് അവര് പറഞ്ഞില്ല. കർത്താവിന് അവിടെ ഒന്നും കർത്താവ് തന്നെ പലരും മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ച് അവിടെ വന്നതാണ്. പക്ഷെ അവിടെ ഒന്നും യേശു ചെയ്യാനില്ല. ഈ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ അവിടെ അങ്ങനെയുള്ളവരെല്ലാം കർത്താവ് പുറത്താക്കി. ബാലയോട് പറഞ്ഞു ബാലയെ കൊണ്ട് എഴുതാക്കാൻ പറഞ്ഞു. അതൊരു ഞായറോദിന്റെ മകളെ എന്ത് ചെയ്തു? അല്ല എന്ന് പറഞ്ഞ പോലെ കരഞ്ഞവരെ മുഴുവൻ എന്ത് ചെയ്തു? പുറത്താക്കി. കവിതയോട് പറഞ്ഞ് എഴുന്നേക്കാൻ പറഞ്ഞു. കണ്ടോ? ജീവൻ പ്രാപിച്ചു ആ ചെയ്ത വ്യക്തിയാണ് പത്രോസ്. പത്രോസാ പറഞ്ഞത് ഞങ്ങൾ ആരാ? കണ്ട സാക്ഷിയാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും? വിളിച്ചു ദൈവത്തിന്റെ രാത്രി കൃപ പ്രാപിച്ച ജന്മക്കൾ, അഭിഷേകം പ്രാപിച്ചത് നമ്മുടെ മനുഷ്യന്റെ വാക്ക് കേട്ടൊന്ന് ഇറങ്ങിയത്. ആരും എന്തും പറഞ്ഞു പരിഹസിക്കട്ടെ, എന്തും വിളിച്ചു പറയട്ടെ, നമ്മളൊരു അഭിഷേകം രാത്രി ആത്മാവിന്റെ നിറവ് പ്രാപിച്ചുകൊണ്ട് വിളിച്ചതാണ്. അന്യ ഭാഷ അടയാളത്തോടുകൂടി വിളിച്ചതാണ്. കൽപ്പിക്കുക എന്റെ ആരാധനയ്ക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ തലമുറയ്ക്കെതിരെ, എന്റെ വാഹനത്തിനെതിരെ, എന്റെ ആരോഗ്യത്തിനെതിരെ വിളിച്ചു പറയാ വീട്ടിൽ പോ. എന്റെ വാർത്തകൾ കർത്താവ് എന്ന് ചോദിച്ചു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും അവരെന്താ പറഞ്ഞത്? ഒന്നും കർത്താവാണെന്ന് അവരെന്ത് ചെയ്യില്ല. അവർക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കർത്താവ് ചെയ്യുന്നത്. കർത്താവ് പറയുന്നോ വലതു ഭാഗത്ത് യേശു ഏറ്റവും സ്നേഹിക്കുന്നത് ഓണാൻ പറഞ്ഞു. ആരാ? യേശു കേട്ട വാക്ക് എന്നാലെ പത്രോസ് എന്ത് ചെയ്തു? കടലിലിട്ടത് എന്തുമാത്രം വിടുതലുകളാണ് പത്രോസ് കണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര വിടുതലാണ് കർത്താവ് അല്ലേ?
എന്തുമാത്രം അത്ഭുതങ്ങൾ ദൈവം ചെയ്തു അല്ലേ? ചോദിച്ചതെല്ലാം ദൈവം മറുപടി നൽകിയില്ലേ? എത്രത്തോളം ദൈവം ബലപ്പെടുത്തിയില്ലേ? ആ ഒന്ന് ആത്മാവ് ശക്തമായി ദൈവത്തെ സാന്നിധ്യത്തിനകത്ത് വ്യാപരിക്കില്ലേ? എന്റെ വാക്കുകൾക്ക് വിരാമം. പ്രിയപ്പെട്ടവരെ, പത്രത്തിൽ ദൈവസഭകൾക്ക് വിളിച്ചു പറയുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ നിലവിൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് നിങ്ങളറിയാം. ആരുടെ വാക്കിന് മുൻപിലോ പീഡനത്തിന് മുൻപിലോ ആരും നിങ്ങളെ തകർക്കൊന്ന് പഠിച്ചോ അവരുടെ മുമ്പിൽ നിങ്ങൾ പകച്ചു പോകരുത്. നിങ്ങൾ ഈ വിശ്വാസ പരിശോധന ചെയ്ത് കേട്ടോ, വിശ്വാസ പരിശോധനയാ. ഈ വിശ്വാസ പരിശോധനയിൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കിക്കോണം. ഹല്ലേലൂയ. ഒരു ദുരുപദേശങ്ങൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ആത്മീയ ഹല്ലേലൂയ നിങ്ങളുടെ ആത്മാവിൽ ഉണർവുള്ളവരാണ്. ആത്മാവിൽ സ്ഥിരതയുള്ളവരായി നിങ്ങൾ ഉത്സാഹമുള്ളവരായി നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. അതെന്ത് ഭാഗങ്ങൾ പ്രയാസങ്ങൾ കടന്നു നമ്മൾ തളച്ചു പോകും. നമ്മൾ കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികൾ വിളിച്ച ദൈവം വിശ്വാസമാണ്. വഴി അടച്ചു പോകുന്നതല്ല അല്ലേ? എനിക്ക് തെരുവിൽ ഇരുന്നുകൊണ്ട് ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? എല്ലാരും പറഞ്ഞു അല്ലേ? മോനെ കുണ്ടിപ്പോരുന്നു അല്ലേ? ഭാവിയിലുത്ര എന്നോട് കറന്നു പോകണം. അപ്പൊ അവതാരം നിലവിളിക്കുക. കൂടെ എവിടെ പോയത്? പുള്ളിക്ക് എങ്ങനെയെങ്കിലും കാഴ്ചകൾ പ്രാപിക്കണം. നോക്കണം, ഭിക്ഷ യാചിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ആരെയും കണ്ടാൽ നോക്കുക പോലുമില്ല. ആ പരുവത്തിലിരിക്കുന്ന ബദ്ധമായി നിലവിളിച്ചപ്പോൾ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ യേശു, സകലത്തിന് ഉടയവനായ ദൈവം ഒരു ഭിക്ഷക്കാരന്റെ വാക്കിന് മുന്നിൽ തിരിഞ്ഞിരുന്നെങ്കിൽ രാത്രി നമ്മളെ വിട്ട് മറിയണമെന്ന് പോകുന്നവനല്ല. ആവശ്യക്കാരൻ വിളിച്ചോളൂ. എനിക്കത് ഞാനത് ചിന്തിച്ചു. ഈ ലോകത്തിന്റെ ഉടയവൻ, സകലത്തിന്റെ സൃഷ്ടികർത്താവ്, ഈ മുഷിഞ്ഞ മനുഷ്യൻ, സുന്ദരനായവൻ, അവന്റെ വാക്കിന് മുമ്പിൽ യേശു എന്ത് ചെയ്തു? നിനക്കെന്താ വേണ്ടത്? ഉള്ളോ കാഴ്ച കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തിന് നടുവിൽ പ്രവർത്തിക്കാൻ വിശ്വാസമാണ്. വിളിച്ചു പറ, ഏത് വിഷയമായി വിളിച്ചു പറ, അവൻ പോകത്തില്ല. കണ്ടാ മുഷിഞ്ഞവനാ, കണ്ണു കാണാൻ പാടില്ലാത്തവനാ. പക്ഷെ അവന്റെ വിളിയുടെ മുൻപിൽ യേശു അവിടെ നിന്ന് വിളിച്ചേ യേശുവിടെ വലിയ വിഷയം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ വിശ്വസിക്കുക ഇവിടെ ഇരിക്കുന്നതല്ല യേശുവിന്റെ മഹിമ കണ്ട സാധ്യത. എന്തെങ്കിലും നിർമ്മിത കഥകളോ ആരെങ്കിലും പറഞ്ഞു കേട്ടൊന്ന് ഇറങ്ങി വന്നതെന്നും യേശു ആരെന്നറിഞ്ഞു വിളിച്ച വിളിക്ക് എന്താണെന്ന് മനസ്സിലാക്കി യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അല്ലേ നമുക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാം. ഏത് പ്രതികൂലം വന്നാലും പകച്ചു പോകരുത് കേട്ടോ. ഏത് പ്രതിസന്ധി വന്നാലും പകച്ചു പോകരുത്. ഏത് ദുരുപദേശം കിടന്നു വന്നാലും പകച്ചു പോകരുത്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ആത്മാവിലുള്ള സ്ഥിരതയുള്ളവരായി ഉത്സാഹമുള്ളവരായി കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്റെ വാക്കുകൾക്ക് വിരാമം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറുണ്ട്. ദൈവവാസ പ്രാർത്ഥനയിൽ കടന്നു വരുവാനും കഴിവ് ശ്രമിക്കാൻ അവസരം നൽകിയ ഇവരുടെ കർത്താവിനുള്ള നന്ദി അറിയിക്കുന്നു. Hey!
വീണ്ടും നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കർത്തൃപാദപീഠങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 19ാമത്തെ രാത്രികാലം സർവശക്തനായ ദൈവം അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കുന്ന ആലോചന വ്യക്തിപരമായി, കുടുംബമായി, സഭയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനോട് സംസാരിക്കാനിടയായി മഹിമ കണ്ടതായിരിക്കുന്ന സാക്ഷികൾ ദൈവമേ, നീ കർത്താവിന്റെ മഹിമ കണ്ടതായിരിക്കുന്ന സാക്ഷിയാണ്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ശത്രു നിന്നെ തകർത്ത് മുടിച്ചു ഒതുക്കി കാറ്റത്തെ പതിർ പോലെ പറപ്പിച്ച് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടൻ കടന്നു വന്നാലോ തേജസ്സിന്റെ ഒരു മുഖം നീ കാണുന്നുണ്ട്. സർവശക്തനായ ദൈവം നിന്നെ നിലനിർത്തുവാനിടയാകാം. അല്ല പെരുങ്കാറ്റുകൾ ഏറി കടന്നു വന്ന ഈ മൂലക്കാറ്റുകൾ കടന്നു വന്ന കൊടുങ്കാറ്റുകൾ കടന്നു വന്ന ചൂളം കുത്തി കടന്നു വരുന്നത് പോലെ കടന്നു വന്നതായിരിക്കുന്ന അവസ്ഥയുടെ മധ്യത്തിൽ അല്ലേ പെരുവെള്ളം നിരച്ച് കടന്ന അല്ല പടകിനെ മുക്കി കളയുവാൻ നോക്കിയപ്പോ അല്ലേ ദൈവ സന്നിധിയിൽ അതിനെ കർത്താവ് ശാസിച്ചില്ല. എന്നാ ശിഷ്യന്മാർ എഴുന്നേറ്റിട്ട് പറയാ, ഗുരു അങ്ങോട്ട് കാണുന്നില്ലേ? കാറ്റേ കടലേ ശാന്തമാകാൻ എന്ന് പറഞ്ഞപ്പോ ശാന്തത നൽകിയവരായിരിക്കുന്ന കർത്താവ് ഏതെല്ലാം പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ഏതെല്ലാം പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിനക്ക് തലയ്ക്ക് മീതെ എഴുന്നേറ്റ് കടന്നു വന്നാൽ, മഹാപർവ്വതം എത്ര വലുതായി നിന്നാല് ഹല്ലേലൂയ എന്റെ കർത്താവ് നിന്റെ മേൽ എഴുന്നേൽക്കുമ്പോൾ അതിനെ ശാന്തമാക്കുവാൻ ഹല്ലേലൂയ എന്റെ ദൈവം നിന്നെ എത്ര പേർ വിശ്വസിക്കുന്നു? നമുക്ക് വേണ്ടി കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസരെയും കുടുംബത്തെയും ദൈവസഭയെയും ശുശ്രൂഷയെയും കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നാം എല്ലാവരും കർത്താവിന്റെ പാദപീഠങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ട ദിനത്തിന് മുൻപാകെ ദൈവസ്ഥലിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും.
സമാധാനം ഉണ്ടാകുന്ന എല്ലാ സകലദൈവത്തിനും ചോദ്യം ചെയ്ത് ഉണർത്തപ്പെട്ടുകൊണ്ട് ഇവരാൽ മുമ്പോട്ട് കഴിച്ചുകൂടാൻ ഇടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന. ആമേൻ. കർത്താവേ സ്തോത്രം ചെയ്യാം. കർത്താവേ സ്തോത്രം ചെയ്യാം. ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. ദൈവാത്മാവ് ശക്തിയോട് സ്തോത്രം ചെയ്യാം. ആരാധിപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിയോർത്ത നമുക്ക് സ്തോത്രം ചെയ്യാം. ബലത്തോടെയായിരിക്കും ഇരട്ടി ബലം. നാളെ പകൽക്കാലവും രാത്രിയിലും നടന്നു ദൈവം നിങ്ങളെ ശക്തീകരിക്കുമാറാകട്ടെ. നാളെ പകൽക്കാലം ദാസൻ യോനാൻ പാസ്റ്റർ ദൈവം വൈകിട്ട് വ്യാസം ചെയ്യിക്കുന്നു. കോട്ടയം ദൈവസന്നിധിയിൽ ദൈവം ശുശ്രൂഷിക്കും. ഉമ്രാട്